ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ ദാഹത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച്, ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതനുസരിച്ചാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ തിരുവചനവും കർത്താവിൻ്റെ ഹിതവും മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ആത്മാവിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഈശോയെ, അങ്ങയുടെ തിരുവചനങ്ങൾ കേൾക്കുവാനും തിരുവചനം ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ അങ്ങേക്ക് ഇഷ്ടമുള്ള വ്യക്തികളായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ നിരന്തരം വചനത്തിൽ ആഴപ്പെട്ട് ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. അമ്മേ മാതാവേ, വിശുദ്ധരെ, മലാഖമാരെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, അച്ഛൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനേക കാലങ്ങളുടെ ഒരു പദ്ധതി എന്നതുപോലെ ഇസ്രായേൽ ജനത്തിന് രക്ഷ നൽകുവാൻ വേണ്ടി കർത്താവ് തന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത മോശ ഒരു വിക്കനായിപ്പോയത്? മോശ സത്യത്തിൽ വലിയ ഒരു നേതാവായി വളരാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായി കർത്താവ് നിശ്ചയിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ട് മോശയെ ഒരു പൂർണ്ണനായി, അഥവാ ഈ പ്രത്യേകമായ മാനുഷിക ബലഹീനതകളില്ലാതെ സൃഷ്ടിച്ചില്ല? എന്തുകൊണ്ടാണ് മോശയെ ദൈവം ഒരു വിക്കനാക്കിയത്? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കർത്താവ് ചില ബലഹീനതകൾ അനുവദിക്കുന്നത്? ദൈവത്തിന് അസാധ്യമായിരുന്നോ ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുക എന്നുള്ളത്? മോശയോട് കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്, ആരാണ് മനുഷ്യനെ സംസാരശക്തിയുള്ളവനും ഇല്ലാത്തവനുമായി സൃഷ്ടിക്കുന്നത്? കർത്താവായ ഞാനല്ലേ? അപ്പോൾ കർത്താവായ ദൈവം ഒരു വ്യക്തിയെ വേണ്ടുന്ന രീതിയിൽ സൃഷ്ടിക്കുവാനോ അല്ലെങ്കിൽ വളർത്തുവാനോ കഴിവുള്ളവൻ, ശക്തിയുള്ളവനായിരിക്കെ എന്തുകൊണ്ട് തമ്പുരാൻ്റെ പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടി വിളിച്ചപ്പോഴും ആധ്യാത്മിക വളർച്ചയുടെ പടികളിലേക്ക് കയറ്റുമ്പോഴും അദ്ദേഹത്തിനെ ബലഹീനനാക്കി നിർത്തിയത് എന്തുകൊണ്ടാണ്? ബലഹീനത അനുവദിച്ചത് എന്തുകൊണ്ടാണ്? പലപ്പോഴും എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചിലപ്പോഴൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുകയും ചെയ്ത ഒരു കാര്യമാണിത്. ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധരുടെ ജീവിതത്തിലും അവരുടെ വ്യക്തിപരമായ പേഴ്സണൽ ലൈഫിൽ വളരെ പ്രത്യേകമായ ചില ബലഹീനതകൾ ചിലർ അനുഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ കുറിച്ച് പറഞ്ഞു കേട്ടിരിക്കുന്നത്, അദ്ദേഹം കോപിഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നാണ്. നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കോപം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതുപോലെ ഓരോ വിശുദ്ധരെയും നമ്മളെടുത്ത് വിശുദ്ധ പൗലോസ്ലീഹ തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്, എനിക്ക് ഒരു മുള്ള് ദൈവം അനുവദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരു ബലഹീനത കർത്താവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെങ്ങനെയാണ് പറയുന്നത്? മതി മറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പിശാചിൻ്റെ ഒരു ദൂതൻ ശരീരത്തിലൊരു മുള്ള്. ഇത് വിട്ടുമാറാൻ വേണ്ടി പൗലോസ്ലീഹ സത്യത്തിൽ പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. വചനത്തിൽ പറയുന്നത് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാണ്. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ സ്വരം ഉണ്ടായി. സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ ആത്മീയ രഹസ്യം? നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ, ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത്രമാത്രം ബൈബിൾ വായിക്കുന്നുണ്ട്, ഇത്രമാത്രം വചനം കേൾക്കുന്നുണ്ട്, അതുപോലെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്, ജപമാല പ്രാർത്ഥിക്കുന്നവരുണ്ട്, പള്ളിയിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളെ നയിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നിട്ടും ചില ബലഹീനതകൾ മാറാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാറുന്നതായിട്ട് തോന്നാത്ത ചില സാഹചര്യങ്ങളില്ലേ? ചിലപ്പോഴൊക്കെ ഈ ബലഹീനതകൾ കൊണ്ട് നമ്മൾ മനസ്സ് മടുത്തു പോയിട്ടില്ലേ? ചിലരൊക്കെ നിരാശപ്പെട്ടിട്ട് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഈ മുന്നോട്ടേക്ക് ആത്മീയ ജീവിതം ഉപേക്ഷിച്ചേക്കാം, കാരണം ബലഹീനതകൾ മാറുന്നില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പാപാവസ്ഥയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പാപാവസ്ഥയിൽ ജീവിക്കുന്നത് വേറൊരു കാര്യമാണ്. പാപം നമ്മൾ ശുശ്രൂഷകളിലോ അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വളരുന്നതനുസരിച്ച് പാപം നമ്മൾ ഉപേക്ഷിക്കണം.
പക്ഷേ ബലഹീനതകൾ ചിലപ്പോൾ നമ്മളിൽ തുടരുന്നുണ്ടാവാം. അതിൻ്റെ കാരണം എന്താണ്? പൗലോസ്ലീഹ പറയുകയാണ്. ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സത്യത്തിൽ 2-3 കാരണങ്ങൾ കർത്താവിൻ്റെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് കാണാൻ പറ്റും. നമ്മളതൊന്ന് ധ്യാനിക്കുകയാണ്. ഇവിടെ പൗലോസ്ലീഹയുടെ ജീവിതം നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ തിരുവചനം ഇവിടെ പറയുകയാണ്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ അതെന്നെ വിട്ടകലാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പൗലോസ്ലീഹ ഒരു ആത്മീയ ജ്ഞാനം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അതായത് 12-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ്ലീഹയ്ക്ക് ഭയങ്കരമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടിരുന്നു. ഇവിടെ പറയാണ്, 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. തന്നെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, പേര് പറയാതെ പറയുന്നതേ ഉള്ളൂ. ഇത് പറയുകയാണ്, അത് ശരീരത്തോടു കൂടിയാണോ അതെയോ ആത്മാവ് മാത്രമായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 14 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനുണ്ടായ ഒരു ദൈവാനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം സ്വർഗം കാണാൻ ഇടവന്നു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇടവന്നു, സ്വർഗത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കാൻ, അതെങ്ങനെയാണെന്ന് ഗ്രഹിക്കാനുള്ളൊരു കൃപ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ശരീരത്തോടു കൂടിയാണോ പോയത് അതെയോ ഒരു ആത്മാവ് മാത്രമായിട്ടോ പോയെന്ന് അങ്ങനത്തെ ഒരു ബോധ്യത്തിലല്ല അദ്ദേഹം, ഒരു ഓർമ്മയുടെ തലത്തിലല്ല അദ്ദേഹം. എങ്കിലും ഒരു ആത്മീയ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വിശുദ്ധ പൗലോസ്ലീഹയുടെ ജീവിതം മുഴുവൻ കൃപാവരങ്ങളുടെ സമൃദ്ധിയുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നിടത്ത് വലിയ കൃപാവരങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മരിച്ചവർ ഉയർപ്പിക്കുന്നത് നമ്മൾ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗ സമയത്ത് ഒരാൾ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീണ് മരിച്ചപ്പോൾ എവ്തിക്കോസ് അദ്ദേഹത്തെ താഴെ ഇറങ്ങിച്ചെന്ന് ഉയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ രോഗികൾ സുഖപ്പെടുന്നു, അനേക പിശാചി ബാധിതരിൽ നിന്ന് പിശാച് വിട്ടുപോകുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശരീര സ്പർശമേറ്റ തൂവാലകൾ സ്പർശിച്ചപ്പോൾ പോലും രോഗികൾ സുഖപ്പെടുകയും പൈശാചിക ശക്തിയിൽ വിട്ടുമാറുകയും ചെയ്തു. നമ്മളിത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലോസ്ലീഹ കൃപാവരങ്ങളുടെ സമൃദ്ധിയിൽ വെളിപാടുകളുടെ ആധിക്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അത്രമാത്രം ദൈവിക ജ്ഞാനമാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പത്രോസ്ലീഹ തന്നെ പറയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ലാത്ത കാര്യങ്ങൾ പൗലോസ് സഹോദരൻ നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. അവൻ ആത്മീയ ജ്ഞാനം പങ്കുവയ്ക്കുമ്പോൾ ഈ രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് മുഴുവൻ. അതിൻ്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? അത്രമാത്രം സ്വർഗീയ ജ്ഞാനം, ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞവനായിരുന്നു. കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആരാണോ? 1 കൊരിന്ത്യൻസിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ മനസ്സ് ആരാണ് അറിഞ്ഞിരിക്കുന്നത്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. അപ്പോൾ നോക്കി, ഇത്രമാത്രം പൗലോസ്ലീഹ ക്രിസ്തുവിൻ്റെ മനസ്സ് 1 കൊരിന്ത്യൻസ് 2-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനത്തിലാണ് നമ്മളിത് കാണുക. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരാണ്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പോൾ നോക്കി, ഈശോയുടെ മനസ്സറിയാൻ മാത്രം കൃപ ലഭിച്ചവനായിരുന്നു പൗലോസ്ലീഹ. ഈ പൗലോസ്ലീഹയുടെ ജീവിതത്തിലാണ് വിട്ടുമാറാത്ത ഒരു മുള്ള്. അതിനെക്കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്, വെളിപാടുകളുടെ ആധിക്യം മൂലം ഞാൻ അഹങ്കരിച്ച് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ആഹ്ലാദിച്ച് ദൈവത്തെ മറന്ന് തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം അവൻ അനുവദിച്ചതാണ് ആ ഒരു മുള്ള്, ഒരു ബലഹീനത. എന്തുമാകട്ടെ, ഒരു ബലഹീനത. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ചിലപ്പോൾ നമ്മൾ പരിശുദ്ധാത്മശക്തിയിൽ വളരുമ്പോൾ, ആത്മീയ ജ്ഞാനത്തിലും ആത്മീയ കൃപാവരങ്ങളിലും വളരുമ്പോൾ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പിശാചിൻ്റെ കെണിയാണ് ആത്മീയ അഹങ്കാരം, സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹങ്കാരം. അപ്പം ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ തുടങ്ങി, എനിക്ക് ദൈവകൃപകളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി, എനിക്ക് വെളിപാടുകൾ കിട്ടാൻ തുടങ്ങി, എനിക്ക് വേണമെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് തരാൻ പറ്റും. ഞാൻ കുറേ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ വലിയ പാപമൊന്നുമില്ലാതെ ദിവസം 8 ജപമാല 12 ജപമാല ഒക്കെ ചൊല്ലുന്നുണ്ട്. എനിക്ക് വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ വലിയൊരു അനുഭവമുണ്ട്.
പലരും വെറുതെ ഇങ്ങനെ ഒരനുഭവമില്ലാതെ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി കർത്താവിനോട് അടുത്താണ് ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് ആത്മീയമായ അഹങ്കാരം ഉണ്ടാകും. വേറൊരുവനെ താത്തിക്കെട്ടുന്നൊരു സ്വഭാവം, എന്നെ പൊക്കിക്കാണിക്കുന്ന, ഞാൻ തന്നെ മെച്ചമാണെന്ന് തോന്നുന്ന ഒരു ആത്മീയ അഹങ്കാരം. വെറുതെ അതൊരു തോന്നലല്ല, സത്യത്തിൽ നമ്മൾ മെച്ചമാണ്. പക്ഷേ ആ മെച്ചമാണെന്നുള്ള തോന്നൽ ഒരഹങ്കാരമായി നമുക്ക് മാറും. അതുകൊണ്ടാണ് ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചുങ്കക്കാരൻ പാപിയാണെന്ന് നല്ല ബോധ്യം അവനുണ്ടായിരുന്നു. അവൻ ഒരിക്കലും ആത്മീയ സ്ഥിതിയിൽ വളർന്നിട്ടില്ല. അതുകൊണ്ട് അവൻ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ സഹായിക്കണേ. ആത്മീയ കൃപയിലേക്ക് വളർന്നു എന്ന് അവകാശപ്പെടുന്ന ആ മനുഷ്യന് സംഭവിച്ചത്, അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇയാളെ പോലെ മോശക്കാരനൊന്നുമല്ല, ഞാൻ ദശാംശമൊക്കെ കൊടുക്കുന്നുണ്ട്, അപ്പം ഞാൻ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്, ഞാൻ ദൈവകൽപ്പനകൾ പാലിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം സെറ്റിൽ. ഒരു പക്ഷേ ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകുമായിരുന്നിരിക്കാം. അല്ലാതെ വെറുതെ പോയിരുന്ന കർത്താവിൻ്റെ അടുത്ത് വെറുതെ അങ്ങോട്ട് നുണ പറഞ്ഞ് അങ്ങ് സ്ഥാപിക്കാൻ പരിശ്രമിച്ചതായിരിക്കില്ല. ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. ആ ഫരിസേയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമം കൃത്യമായി പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. കൃത്യമായി ദൈവിക കൽപ്പനകൾ പാലിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ തെറ്റെന്താണ്? അദ്ദേഹം ആത്മീയ അഹങ്കാരത്തിൽ പെട്ടുപോയി. ഈ ഉണ്ട് എന്നുള്ള ചിന്ത അവനെ മറ്റുള്ളവനിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് ചിന്തിക്കാനും ദൈവതിരുസന്നിധിയിൽ അഹങ്കരിക്കാനും, ഇതെല്ലാം എൻ്റെ കഴിവാണെന്ന് ചിന്തിക്കാൻ ഇടവന്നു. ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്നും കർത്താവിൻ്റെ ദാനമില്ലായിരുന്നെങ്കിൽ ഞാൻ വട്ടപൂജ്യമായി മാറുമായിരുന്നെന്നും പഴയതിനേക്കാളും മോശമായ സ്ഥിതിയിൽ ഞാൻ അധപതിക്കുമായിരുന്നുവെന്നും ചിന്തിക്കാനുള്ള എളിമ ഈ ഫരിസേയനില്ലാതെ പോയി. ഇതിൻ്റെ പേരാണ് ആത്മീയ അഹങ്കാരം. പ്രിയ സഹോദരങ്ങളെ, ആത്മീയ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിശാച് ആ മനുഷ്യനെ ബന്ധനത്തിലാക്കും. ഈ ആത്മീയ അഹങ്കാരം വഴി അവൻ്റെ കൃപകളെ മുഴുവൻ ചോർത്തിക്കളയാനും അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകാനും സാത്താന് പറ്റും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ, എൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ നോക്കിയേ, സുവിശേഷം പ്രസംഗിക്കുന്നവന്, ആത്മീയ ശുശ്രൂഷയിൽ വളരുന്നവന്, ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നവന്, ധാരാളം പ്രാർത്ഥിക്കുന്നവന് ഒരു വലിയ കെണി അവൻ്റെ മുന്നിൽ കിടപ്പുണ്ട്. അവൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോകാം. അപ്പം ഇങ്ങനെയൊരു സ്ഥിതി ഉള്ളത് കൊണ്ട് കർത്താവിൻ്റെ ഒരു മുള്ള്, അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഇങ്ങനെ മതി മറന്ന് ഞാൻ ആഹ്ലാദിച്ച് അഹങ്കരിച്ച് പോകാതിരിക്കാൻ വേണ്ടി പിശാചിൻ്റെ ഒരു ദൂതനെ കൂടെ കൊടുത്തിരിക്കുകയാണ്. ദൈവം അനുവദിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തുടർന്ന് വചനം പറയുകയാണ്, 2 കൊരിന്ത്യൻസ് 12:8 മുതൽ പറയുകയാണ്, അതെന്നെ വിട്ടകലാൻ വേണ്ടി ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. ഒന്നേക്ക് അത് മാറേണ്ട ആവശ്യമില്ല. ആ ബലഹീനത, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ബലഹീനതയാണ്, പാപമല്ല. പക്ഷെ ബലഹീനതകൾ ഓക്കെ, ഇവിടെ പറയുകയാണ്, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അപ്പം നോക്കിയേ, നമ്മൾ ബലഹീനരാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമുക്ക് മനസ്സിലാകും നമ്മളുടെ ശക്തിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോശയിലെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മോശ വിക്കനായതുകൊണ്ട് മോശയ്ക്ക് മനസ്സിലായി സ്വന്തം ശക്തി കൊണ്ട് പ്രസംഗിക്കാൻ പറ്റില്ല, സ്വന്തം കഴിവുകൊണ്ടും വാക്ചാതുര്യം കൊണ്ടും പ്രസംഗിക്കാൻ പറ്റില്ല. ആ ഫറവോയെ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ ശക്തി, അങ്ങനെയെങ്ങാനും മോശ അങ്ങോട്ട് ചെന്നായിരുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, മോശയ്ക്ക് ഈജിപ്തിനെ നല്ലവണ്ണം അറിയാവുന്ന മനുഷ്യരാണ്. ഇത്രമാത്രം ഈജിപ്തിനെ മനസ്സിലാക്കിയ മനുഷ്യൻ, ഫറവോയുടെ എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ മനസ്സിലാക്കിയവനാണ്. ഇവന് അഹങ്കരിച്ചങ്ങ് ചെല്ലാമായിരുന്നു, ഞാനിതാ ഇപ്പം തന്നെ ഫറവോയെ പറഞ്ഞങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിക്കും. അങ്ങനെയായിരുന്നെങ്കിൽ മോശ തോറ്റോടിയേനെ. എന്നാൽ ദൈവം മോശയ്ക്കൊരു ബലഹീനത അനുവദിച്ചുകൊണ്ട് നിരന്തരം ദൈവത്തിൽ ആശ്രയിക്കാൻ അവനെ പരിശീലിപ്പിച്ചു. നോക്കിയാൽ നമ്മുടെ ബലഹീനതകൾ കർത്താവിൽ ആശ്രയിക്കാനുള്ള മാർഗങ്ങളാണ്. ബലഹീനത കാണുമ്പോഴേ നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ ആ ബലഹീനത നമുക്ക് പാപകരമാവില്ല. അതുകൊണ്ടാണ് ഞാൻ വേർതിരിച്ച് പറഞ്ഞത് പാപവും ബലഹീനതയും. ബലഹീനത മനുഷ്യർക്കെല്ലാം ഉണ്ട്. വിശുദ്ധർക്ക് ധാരാളം ബലഹീനതകൾ അവരുടെ ജീവിതത്തിലുണ്ട്. കൊച്ചു ത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് ഞാൻ നവമാലികയിൽ വായിച്ച് മനസ്സിലാക്കിയത്, കൊച്ചു ത്രേസ്യ സത്യത്തിൽ തൊട്ടാവാടി സ്വഭാവമുള്ളൊരു കൊച്ചായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ, കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പത്തിൽ വളരെ നല്ല പ്രായത്തിൽ അത് മരിച്ചു, നമുക്കറിയാലോ ആ വിശുദ്ധ.
അപ്പോൾ ഇത് തൊട്ടാപടി എന്തു പറഞ്ഞാലും അപ്പം തന്നെ മനസ്സിടിഞ്ഞു പോകുന്ന സ്വഭാവമായിരുന്നു. അതായത് ഒരു വേദന എടുക്കാൻ പറ്റാത്തത്രമാത്രം ബലഹീനയായിരുന്നു കൊച്ചു ത്രേസ്യ. എന്നാൽ പിന്നീട് നമുക്കറിയാം, ബലഹീനതയിൽ കർത്താവിനെ ആശ്രയിച്ച് വളരുന്നതനുസരിച്ച് കൊച്ചു ത്രേസ്യ പുണ്യവതി സത്യത്തിൽ എല്ലാ വേദനകളും സഹനത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയി വേദനകൾ സ്വീകരിക്കാനുള്ള കൃപയിലേക്ക് വളർന്നു. അപ്പോൾ ദൈവ കൃപയിലേക്ക് വളരാൻ വേണ്ടി, നമ്മൾ അഹങ്കരിച്ച് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കർത്താവിൽ എപ്പോഴും ആശ്രയിക്കുവാൻ കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു ശൈലിയാണ്, ഒരു യുദ്ധമുറയാണ് സത്യത്തിൽ ഈ പറയുന്ന ബലഹീനതകൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രശംസിക്കും. പ്രിയ സഹോദരനെ, മറ്റൊന്ന് ഇവിടെ വചനം പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിലാണ്. ന്യായാധിപന്മാർ 3:1 വചനം പറയുകയാണ്, കാനായിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ അവശേഷിപ്പിച്ചു. അതായത് അവർ കാനാൻ ദേശത്തേക്ക് കയറി വരികയാണ്. കാനാൻ ദേശത്തേക്ക് അവർ കയറി വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ദൈവകൃപകൾ ധാരാളം ദൈവിക സംരക്ഷണം അനുഭവിച്ചവരാണ്. അപ്പം ഇവർ കയറി വരുമ്പോൾ ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. കർത്താവാണ് അവരെ വളർത്തിയിരിക്കുന്നത്. അവരെ ആ കാനാൻ ദേശം വരെ എത്തിച്ച വിജയം മുഴുവൻ കൊടുത്തത് ദൈവമാണ്. ദൈവത്തിന് അവിടുത്തെ കാനാൻ ദേശത്തെ മുഴുവൻ ശത്രുക്കളെയും ഒറ്റയടിക്ക് നശിപ്പിക്കാമായിരുന്നു. എങ്കിലും വചനം പറയുകയാണ്, എല്ലാവരെയും നശിപ്പിച്ചില്ല, കുറച്ച് ശത്രുക്കളെ അവശേഷിപ്പിച്ചു. എന്തിനു വേണ്ടിയെന്നറിയാമോ? യുദ്ധമുറ അഭ്യസിപ്പിക്കാൻ. പുതിയ തലമുറ വരുന്നതനുസരിച്ച് ഈ തലമുറകൾക്ക് യുദ്ധം ചെയ്യാൻ അറിയാതെ വരും. കാരണം അവർക്ക് ശത്രുക്കൾ ആരുമില്ല. അങ്ങനെ യുദ്ധം അറിയാത്ത, അങ്ങനെ ഉഴപ്പി ജീവിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ യുദ്ധകാര്യങ്ങളിൽ ശത്രുവിൻ്റെ അക്രമങ്ങളെ നേരിടേണ്ട കാര്യങ്ങളിൽ വേണ്ടുന്ന ശ്രദ്ധയില്ലാതെ, പരിശീലനമില്ലാതെ ഇവരൊരു സാമട്ടിലങ്ങ് ജീവിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വിദൂര ദേശത്ത് നിന്ന് ഒരു ശത്രു സൈന്യം വന്ന് ഇവരെ ആക്രമിച്ചാൽ ചെറുത്ത് നിൽക്കാൻ ഇവർക്ക് അറിയാൻ പറ്റാതെ വരും. പെട്ടെന്ന് അവർ തോൽപ്പിക്കപ്പെടും. അങ്ങനെ കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത ഇല്ലാതാകും. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ കർത്താവ് എന്തു ചെയ്തു? കർത്താവ് ഇവരുടെ ഇടയിൽ കുറച്ച് ശത്രുക്കളെ അവശേഷിപ്പിച്ചു. അതെന്താ? അവർ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകും. ശത്രുക്കൾ അവിടുന്ന് ഇവിടുന്ന് വന്ന് മെല്ലെ ഇവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ യുദ്ധം ഉള്ളതുകൊണ്ട്, ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ സഹോദരങ്ങളെ? ഇവരെപ്പോഴും യുദ്ധാഭ്യാസമുള്ളവരായിരിക്കും. യുദ്ധമുറകൾ ഇവർ അഭ്യസിക്കും. പുതിയ പുതിയ യുദ്ധമുറകൾ അവർ പരിശീലിക്കും. എന്നിട്ട് ശത്രുക്കൾ വരുമ്പോൾ അവരെ നേരിടും. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ആധ്യാത്മിക യുദ്ധത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളും അങ്ങ് മാറി നമ്മൾ മിടുക്കരായി എന്ന് വിചാരിക്കുക. നമുക്ക് ഒരു പ്രലോഭനവും ഇല്ല, ഒരു ബലഹീനതയില്ല. പക്ഷെ പെട്ടെന്ന് സാത്താൻ പതിയിരുന്ന് നമുക്കൊരു ബലഹീനത കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രലോഭനം കൊണ്ടുവന്നാൽ അതിനെ നേരിടാനുള്ള പ്രായോഗിക ജ്ഞാനവും ആത്മീയ ശക്തിയും നമുക്കില്ലാതെ പോകും. അതുകൊണ്ട് കർത്താവ് എന്തു ചെയ്യും? കർത്താവ് നമ്മൾ ചില ബലഹീനതകൾ അവശേഷിപ്പിക്കും. എല്ലാ ദിവസവും നമുക്ക് യുദ്ധം ചെയ്യാൻ ചില ബലഹീനതകൾ നമുക്കുണ്ടാകും. ഈ ബലഹീനതകളോട് നമ്മൾ ഓരോ ദിവസവും യുദ്ധം ചെയ്ത് കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുന്നതനുസരിച്ച് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വലിയ ബലഹീനതയുണ്ടായാലും, എത്രമാത്രം വലിയ പ്രലോഭനം ഉണ്ടായാലും, പിശാചിൻ്റെ എന്തു വലിയ കെണിയുണ്ടായാലും അതിനെ തിരിച്ചറിയാനുള്ള കൃപ അപ്പോൾ നമുക്ക് കിട്ടും. അതിനോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി, ആത്മീയ ശക്തി നമുക്ക് ഉണ്ടാകും. ഇത് നമ്മളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ബലഹീനത അനുവദിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് കർത്താവിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, കർത്താവ് നമ്മളെ കരുതുന്നില്ലാത്തത് കൊണ്ടാണ്, മറ്റുള്ളവർക്ക് ധാരാളം കൃപ കൊടുക്കുന്നു, എനിക്ക് മാത്രം ബലഹീനത, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. മറ്റുള്ളവർക്ക് കൃപകൾ കൊടുക്കുമ്പോൾ അവർക്കും ബലഹീനതയുണ്ട്, അത് നമ്മൾ പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ബലഹീനത നമുക്കറിയാം. എന്തിനു വേണ്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ ഈ കൃപകൾ ചോദിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ കൃപകൾ നമ്മൾ ഈ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പരിശീലിപ്പിക്കണം. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 29-30 തിരുവചനങ്ങൾ അവിടെ പറയുകയാണ്, ഒറ്റ വർഷം കൊണ്ട് ശത്രുക്കളെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റുകയില്ല. അങ്ങനെ ചെയ്താൽ നാട് വിജനമാകും. നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ അവിടെ പെരുകുകയും ചെയ്യും. നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ തന്നെ ശത്രുക്കൾ മാറും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിച്ച് എന്ന് പറഞ്ഞാൽ ആത്മീയമായി നമ്മളിതിനെ വ്യാഖ്യാനിക്കണം. ആത്മീയമായി നമ്മുടെ കൃപാവരങ്ങൾ വർദ്ധിച്ച് നമ്മൾ ഓരോ ബലഹീനതകളെ കീഴ്പ്പെടുത്തുന്നതനുസരിച്ച്
കർത്താവിൻ്റെ ശക്തി നമ്മൾ നിറയുകയും ശത്രുക്കൾ സാത്താൻ നമ്മുടെ മുൻപിൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ആത്മീയ സത്യം. ഈ ആത്മീയ സത്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ നിരാശപ്പെടുന്നു. എന്തുകൊണ്ട് ബലഹീനത? സഹോദരങ്ങൾ, എപ്പോഴും കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ, കർത്താവിനെ മുറുകെ പിടിക്കാൻ, കർത്താവിനെ കൈവിടാതിരിക്കാൻ, കർത്താവിനെ ആശ്രയിക്കാനൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ഒരു മാർഗമാണ് നമ്മുടെ ബലഹീനതകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ബലഹീനതകളിൽ മനസ്സ് മടുക്കാതെ ആത്മീയ ശക്തിയോടുകൂടി ജീവിക്കാൻ, കരുത്ത് പ്രാപിക്കാൻ നമ്മൾ പരിശീലിക്കണം. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ എക്സസൈസ് ചെയ്യുന്നതനുസരിച്ച്, ശരീരത്തിന് ഓരോ അഭ്യാസമുറകൾ നമ്മൾ അഭ്യസിക്കുന്നതനുസരിച്ച് നമ്മളുടെ മസിൽസിന് ഫിസിയോതെറാപ്പി ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ പേശികൾക്ക് ബലം കൂടും. ഫിസിയോതെറാപ്പി അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശക്തി, നമ്മുടെ മസിലുകൾക്ക് ബലം കൂടും. എന്നതുപോലെ ആത്മീയമായി നമ്മൾ ഓരോ അഭ്യാസങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതനുസരിച്ച്, നമ്മൾ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുന്നതനുസരിച്ച് നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിക്കും. ആത്മീയ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ബലഹീനതകളുടെ മേൽ നമ്മൾ വിജയം പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ബലഹീനതകളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേ പരാജയപ്പെട്ടു പോയേനെ. സാത്താൻ ഞങ്ങൾ തോൽപ്പിച്ചേനെ. ഞങ്ങൾക്ക് അങ്ങയുടെ മക്കളായി ജീവിക്കാൻ പറ്റാതെ വന്നേനെ. സ്വർഗം ഞങ്ങൾക്ക് പ്രാപിക്കാൻ പോലും ചിലപ്പോൾ പറ്റാതെ വന്നേനെ. എന്നാൽ ഇപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ച ബലഹീനതകളിലൂടെ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കുകയും സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ പരിശീലിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, ഈ അനന്തജ്ഞാനത്തെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ്യം സഹായം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.